നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളയണം. അതുപോലെ വ്യക്തിപരമായ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കണം കേട്ടോ നിങ്ങൾ. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരേ ഊർജ്ജങ്ങളെ ഏത് രീതിയിലാണോ നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് അതേ എനർജിയോടെ ആയിരിക്കും നമ്മളിൽ അത് വന്നു ചേരുക. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസമില്ലാതെ നമ്മൾ ഈ ഒരു കാര്യത്തെ ഫോളോ അപ്പ് ചെയ്യരുത്. അതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഒരു സമർപ്പണമാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എന്ന് മനസ്സിലാക്കുക. പിന്നെ ടാറോ റീഡിങ്സുകൾ എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് ആണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകൾക്കും നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമൊക്കെ തന്നെയാണ് ഓരോ ടാറോ റീഡിങ്സുകളും. അപ്പം അത് നമ്മൾ അതിൻ്റേതായ രീതിയിൽ കാണാനും അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. ഒരിക്കലും നിങ്ങൾക്കൊരു നെഗറ്റീവായൊരു സിറ്റുവേഷൻസ് ഒരു ടാറോ റീഡിങ്സിൽ നിന്ന് ലഭിക്കുകയില്ല കേട്ടോ. നിങ്ങൾക്കൊരു തകർച്ചയോ അല്ലെങ്കിൽ നിങ്ങളൊരു തെറ്റായ ഒരു തീരുമാനം എടുക്കേണ്ടി വരികയോ ഒന്നും ചെയ്യില്ല ഒരു ടാറോ റീഡിങ്സിലും. അത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാവുന്നതാണ്. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഗൈഡൻസ് എപ്പോഴും നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് സോഴ്സ് ആണ് കേട്ടോ. നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ദിവസം കാണുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ശക്തമായിട്ട് ഏതൊക്കെയോ സിറ്റുവേഷൻസിനെതിരെ പ്രതികരിക്കുന്നതായിട്ടും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ തുറന്ന് സംസാരിക്കുന്ന ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നിങ്ങൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി തുടങ്ങി വെച്ച ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചില വ്യക്തി ബന്ധങ്ങളിൽ നിന്ന് ചീറ്റിങ് ലഭിച്ച വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് ആ ഒരു കാര്യത്തെ, അതായത് ചിലപ്പോൾ ആ ഒരു ചീറ്റിങ്ങിനെ നിങ്ങൾ ഹൈഡ് ചെയ്ത് നിന്നിരുന്ന് കാണും. ആ ഒരു വ്യക്തിയിൽ നിന്നോ വ്യക്തി ബന്ധങ്ങളിൽ നിന്നോ ഒന്നിലധികം പേഴ്സണിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഇമോഷണൽ പരമാകുന്ന ചില വെല്ലുവിളികളോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ലാതെ തുറന്ന് സംസാരിക്കാതെ പല പ്രശ്നങ്ങളെയും നിങ്ങളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്കിവിടെ കാണുന്നത് ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. അത് തീർച്ചയായിട്ടും ഇമോഷണൽ ചീറ്റിങ്ങിന് തന്നെ എതിരായിട്ടാണ്. ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾക്ക് എതിരെ തന്നെയാണ് നിങ്ങൾ ഇന്ന് പ്രതികരിക്കുന്നത്. ഒരു ഫൊർഗീവ്നെസ്സിന് പോകേണ്ട ചില കാര്യങ്ങൾ, അതായത് മറന്നു കളയേണ്ടതാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കിയാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും, ഒരു സെൽഫ് കോൺഫിഡൻസും ഉണ്ടാകും. ആ ഒരു തുറന്നുള്ള ആ ഒരു പ്രതികരണത്തിൻ്റെ ഫലമായിട്ട് ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, ഒരു സക്സസ് എനർജി നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നിങ്ങളോട് അസൂയയോടുകൂടി പെരുമാറിയ ചില വ്യക്തികളാണെങ്കിൽ അവർ അത് തിരുത്താനുള്ള ഒരു സാഹചര്യവും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് സെൽഫ് കോൺഫിഡൻസ് എനർജി ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നു. അതായത് ഇമോഷണൽ പരമാകുന്ന വെല്ലുവിളികളെയും ചീറ്റിങ്ങിനെയൊക്കെ നിങ്ങൾക്ക് ഇന്ന് അതിജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ കുറേ വ്യക്തികളെ സംബന്ധിച്ച് ഒരു വിൽ പവർ എനർജിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പം കരിയർ പാതയിലൊക്കെ നല്ലൊരു ലീഡർഷിപ്പ് എനർജിയിലൂടെ കടന്നു പോകുന്ന, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തലയിലേറ്റി നടക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു മാനേജിങ് പോസ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ എനർജിയിൽ നിങ്ങളൊരു ടോപ്പായ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തികളാവാം, അല്ലെങ്കിൽ കരിയർ പാതയിൽ ഏറ്റവും സമർപ്പണത്തോടു കൂടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളാവാം. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ആത്മസംതൃപ്തി ഇല്ലാതെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു ദിവസം നല്ലതാണെങ്കിൽ പിന്നെയുള്ള ദിവസം മോശമാകുന്ന അനുഭവങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന വ്യക്തികളായിരുന്നുവെങ്കിൽ
തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൽ പവർ എനർജിയൊക്കെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതുപോലെ ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു ന്യായം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ശരി തെറ്റുകളെ കൺഫ്യൂസ്ഡ് ആക്കി നിർത്തിയിരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ പല കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ഒരു ആക്ഷൻ എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക്. ഒരു സ്ട്രോങ് ആയ ഭയങ്കര ഒരു പവർഫുള്ളായ ഒരു എനർജി ആണ് നിങ്ങളിലേക്ക് ഇന്ന് കണക്റ്റഡ് ആയിരിക്കുന്നത്. അതായത് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു വിൽ പവറൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ലീഗൽ പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നടക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്തൊരു കൺഫ്യൂഷൻ എനർജി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചില വാർത്തകൾ അല്ലെങ്കിൽ അനുകൂലമാകുന്ന ചില ആക്ഷൻസുകൾ എടുക്കപ്പെടുന്നു എന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് കാണുന്നത്. ലീഗലിയൊക്കെ നിയമപരമായിട്ട് എന്തെങ്കിലും പോരാട്ടം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ, അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില റിസൾട്ട്, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പോസിറ്റീവായൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നു. നിങ്ങൾക്കൊരു ജസ്റ്റിസ് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പോസിറ്റീവായ ഒരു നീതി, അതായത് നിങ്ങൾക്ക് പവർ കൂട്ടാൻ പറ്റുന്നത്, നിങ്ങളുടെ നിലനിൽപ്പിന് നല്ലൊരു സ്ട്രോങ് ആക്കാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി എനർജിയോടൊക്കെ കൂടി ഒരു ലൈഫ് സിറ്റുവേഷൻസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഒരു ആക്ഷൻ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല ക്ലിയറൻസ് ആവുന്നുണ്ട്. ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് ചില കാര്യങ്ങളെ പ്രതികരിക്കാനും അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഇന്ന് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇമോഷണലി ഒന്നും നിങ്ങൾ ഇനി സ്റ്റക്ക് ആവാതെ, ഇമോഷണലി നിങ്ങളെ ഒന്നും പെടുത്തിക്കളയാൻ പറ്റാത്ത വിധമുള്ള ഒരു ഗൈഡൻസ്, ചിലപ്പോൾ ഒരു നല്ലൊരു സാരഥി, നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തിൻ്റെ സപ്പോർട്ടൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, കൂടെ ചേർന്ന് നിൽക്കാൻ ഒരു സൗഹൃദ വലയമൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഡബിൾ എനർജി വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. അതായത് കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളൊരു മാറ്റം, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോയ കാര്യങ്ങൾക്ക് ന്യൂ ബിഗിനിങ് നടത്തി എന്നുള്ള, അല്ലെങ്കിൽ ഒരു ട്രോമ എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുത്തിയ ചില കാര്യങ്ങൾ നിങ്ങളെ ബന്ധനാവസ്ഥയിലാക്കി നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇമോഷണൽ പരമാകുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളെ പാസ്റ്റിൽ അനുഭവിച്ച് ഒരുപാട് പ്രോബ്ലംസുകളെ അതിജീവിച്ച് സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേർന്ന ഒരു റിലേഷൻ ആവാം. അതൊരു നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ആയിട്ട് ഫീൽ ചെയ്ത് കാണാം. നിങ്ങൾക്കൊരു ഹെൽത്ത് എനർജി, ഒരു പോസിറ്റീവ് എനർജി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണും. ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് എല്ലാം അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ അത് പോസിറ്റീവായിട്ട് വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടും നിങ്ങൾക്ക് പല ട്രോമാറ്റിക്കായി, അതായത് വേദനാജനകമാകുന്ന പല കാര്യങ്ങളെയും ഹീലാക്കാൻ പറ്റിയ ഒരു ബന്ധം, ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധനമായിരുന്നു. അത് നിങ്ങൾക്ക് വേദനകൾ മാത്രം ഇനി മുന്നോട്ടേക്ക് നൽകുന്നു എന്ന ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു എന്നൊരു സിറ്റുവേഷൻസ്. അതായത് അതൊരു എന്താ പറയുക, ഡബിൾ എനർജി ഉള്ള, അതൊരു പവർ ലോസിങ് സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഇരയാക്കുന്ന സിറ്റുവേഷൻസിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. എന്തോ ഒരു അഡിക്ഷൻ്റെ എനർജി, കാര്യസാധ്യത്തിനായിരുന്നു ആ ഒരു ബന്ധത്തിന് കൂടുതൽ മൂല്യമുണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് വന്നു ചേരുന്നുണ്ട്. അതായത് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ്, ഒരു ട്രാപ്പായ സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. നിങ്ങൾ വളരെയധികം വിശ്വാസത്തോടു കൂടി ചേർന്ന് നിന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് നെഗറ്റീവുകൾ മാത്രമാണ് സമ്മാനിക്കുന്നതെന്നും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കത് ഒരുപാട് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ് ആകാൻ പോകുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു എനർജി നിങ്ങളിൽ നിന്ന് കണക്റ്റഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു സമയമാണ്. നിങ്ങളുടെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ കരിയർ പാതയിലേക്ക് ഒരുപാട് കോൺസെൻട്രേഷൻ ചെയ്യുകയും കരിയറിൽ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പുതിയ ഹോപ്പ് ഉണ്ടോ എന്ന് ചകഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, ഇനി കരിയർ പാതയിൽ ഒരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ
തീർച്ചയായിട്ടും ഒരു വിജയമാണ് കേട്ടോ. ഒരു കൺട്രോളിങ് പവർ, ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട്. നിങ്ങൾക്ക് പുതിയ കരിയറോ ഫിനാൻസോ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരുന്ന ദിവസമാണ്. ജോലി ഒരു ചേഞ്ച്, ഇപ്പോൾ കരിയർ പാതയിലൊക്കെ ഒരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സമയവുമാണ്, ബ്ലെസ്സിങ്സിൻ്റെ സമയമാണ്. പിന്നെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില വെല്ലുവിളികളെയൊക്കെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നുവെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്കൊരു മാറ്റം, ഒരു ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. കാര്യങ്ങളിലെല്ലാം നല്ല ഒരു മാറ്റം, ചേഞ്ചിങ് വരുന്നു. കുറച്ച് വിവേകത്തോടു കൂടി പെരുമാറേണ്ട സമയമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളിൽ ഒരു കൺട്രോളിങ് പദവി, ഒരു കൺട്രോളിങ് എനർജി നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ചൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവ്, കുറച്ച് കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും കുറച്ച് വിവേകത്തോടു കൂടി ചിന്തിക്കേണ്ട, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ഇനി മുന്നോട്ടേക്കെന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ചിലരുടെയൊക്കെ ഒരു പാസ്റ്റ് കുറേ കാലങ്ങൾ കൊണ്ട് മനസ്സിൽ ആഗ്രഹിച്ച് ചേർത്ത് പിടിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റിയ നല്ല ഷാർപ്പ് ടൈമാണ്. അതായത് ഡിവൈൻ ടൈമിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതിനൊക്കെ ഉള്ള അവസരങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ കുറച്ചൊരു വിട്ടുവീഴ്ചകൾ ചെയ്യണം കേട്ടോ. ഇന്ന് ഫാമിലി ബന്ധങ്ങളിലാണേലും പ്രണയബന്ധങ്ങളിലാണേലും ഓവർ കൺട്രോളിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇന്ന് ചെറിയ രീതിയിലൊരു വിട്ടുവീഴ്ചയൊക്കെ നിങ്ങൾ വരുത്തേണ്ടി വരുന്നു. കുറച്ചൊക്കെ ഒരു ക്ഷമയോടുകൂടി പെരുമാറാനും കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് ഒരു വാല്യൂ, ഒരു പരിഗണനയൊക്കെ കൊടുക്കുക എന്നുള്ള ഒരു എനർജിയിലൂടെ കടന്നു പോകണമെന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ്, മതിമറന്നൊരു ഇമോഷണൽ ബാലൻസ്, ഒരു അബണ്ടൻസ് ഒക്കെ ലഭിക്കുന്ന ദിവസമാണ് കേട്ടോ. നമ്മളൊരു പരിധിക്കപ്പുറത്തേക്ക് മറ്റുള്ളവരെ കൺട്രോളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസ്റ്റർബൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബൗണ്ടറി ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളോട് കൂടെ ഉള്ളവരുടെ ജീവിതത്തിലും നല്ലൊരു മാറ്റം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ്, ആ ഒരു ആവശ്യമില്ലാത്ത കൺട്രോളിങ്ങിൽ നിന്നും പിന്മാറുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത്. കൂടുതലും ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന എനർജി മണി, ഹെൽത്ത്, സെക്യൂരിറ്റി എനർജിയാണ് കേട്ടോ. അത് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ തൊട്ട് നമ്മൾ നോക്കിയിട്ട് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില പ്രശ്നങ്ങൾ, ബാഡ് കർമ്മകൾ ഒരുപാട് വ്യക്തികളിൽ ഹീലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഫിനാൻസ് നിങ്ങളെ തേടി വരുന്നൊരു സമയമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ, ജീവിതത്തിലൊരു അടിത്തറ, നല്ലൊരു ബേസിക്കായിട്ട് തന്നെ ഒരു അടിത്തറ ഇട്ട് സ്ട്രോങ് ആയിട്ടൊരു ഫ്യൂച്ചർ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ പറ്റിയൊരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നിങ്ങളുടെ പാത, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നേടേണ്ടതെന്നുള്ള കാര്യത്തെ ഫോക്കസിങ് ചെയ്യാനുള്ള ഒരു സമയമാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങളിൽ ഇന്ന് വരുന്നുണ്ട്. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് പ്രയോജനകരമാക്കാൻ പറ്റുന്ന ചില എന്താ പറയുക, ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അതുപോലെ തന്നെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ളൊരു പവർ നിങ്ങൾക്കിന്ന് കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രഷ്യസ് ആയ ഒരു ഇമോഷൻസ് നിങ്ങൾക്കിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയും അതുപോലെ തന്നെ മനസ്സിനൊരു നല്ലൊരു സെക്യൂരിറ്റി പവറൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ, നമ്മുടെ റീഡിങ്സ് കാണുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ആ മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് വിജയകരമാക്കാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒന്നായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ദ മൂൺ എനർജി ഇതിനകത്ത് കുറച്ച് ആളുകളിൽ കണക്റ്റഡ് ആണ്. മൂൺ എനർജി കണക്റ്റ് ചെയ്തിരിക്കുന്നത് കാലത്തിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. അതായത് നിങ്ങളുടെ സമയമാണ്.
മൂൺ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ പ്രശ്നമാണ്. മാർച്ച് മാസക്കാരുടെ ഒരു എനർജിയിലാണ് മൂൺ എനർജി നിൽക്കുന്നത് കേട്ടോ. അതെനിക്ക് തോന്നുന്നു മാർച്ചിൻ്റെയും ഒക്ടോബർ മാസത്തിൻ്റെയും എനർജിയിലാണ് മൂൺ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയത്തെ അതിജീവിക്കേണ്ട സമയമാണ് കേട്ടോ. നിങ്ങളെപ്പോഴും ഇങ്ങനെ പെട്ട് നിൽക്കാതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്വഭാവം, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന ആവശ്യമില്ലാതെ നമുക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ എടുത്ത് കളയുക ഒക്ടോബർ മാസവും മാർച്ച് മാസത്തിലും ജനിച്ച വ്യക്തികൾ. കാരണം നിങ്ങളെപ്പോഴും ഒരു ബന്ധനാവസ്ഥയിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് പോസിറ്റീവ് വന്നാലും നിങ്ങൾ അതിനെ സംശയത്തോടു കൂടി നെഗറ്റീവാക്കി തീർക്കുന്നു. ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരണം. മെച്യൂരിറ്റിയോടുകൂടി നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയേണ്ട സമയമാണ്. കാരണം മൂൺ എനർജിയിൽ പെട്ട് നിൽക്കുകയാണ്. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വിധിയായിട്ട് കാണേണ്ട വരും. നിങ്ങളുടെ സമയം അതാണ്. മൂൺ എനർജിയുടെ നെഗറ്റിവിറ്റികളുണ്ട്. ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും ദുർഗാദേവി ക്ഷേത്രത്തിൽ വെള്ളപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കും. മൂൺ എനർജിയിൽ നിന്നുള്ള മോചനം, അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള ആ ഒരു മൂണിൻ്റെ ഭയത്തെ നിങ്ങൾക്ക് അതിജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ടത് ദുർഗാദേവി ക്ഷേത്ര ദർശനമാണ് കേട്ടോ. തീർച്ചയായിട്ടും അത് ചെയ്യാൻ ശ്രമിക്കുക. ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. കാർമിക് സിറ്റുവേഷൻസുകൾ നല്ല രീതിയിൽ പിടികൂടിയിട്ടുണ്ട്. പാസ്റ്റിലെ കാര്യങ്ങളിൽ ഇപ്പോഴും പെട്ട് നിൽക്കുന്നു. പാസ്റ്റിനെ ഹീലാക്കാതെ മുന്നോട്ടേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസും ഗ്രോത്തും എല്ലാം നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ കരിയർ പാതയിൽ നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുക. വിദേശയാത്ര പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഏറ്റവും നല്ലൊരു സമയമായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്തെ കാണണം. മാത്രവുമല്ല, നിങ്ങൾ പാസ്റ്റിലെ പല കാര്യങ്ങളെയും വിട്ടുകളയുക. നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തോ ഒരു ആഗ്രഹം ഇപ്പോഴും ഉള്ളിൽ കണക്റ്റഡ് ആണ്, നഷ്ടപ്പെട്ടു പോയതാവാം. അതല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ആഗ്രഹിച്ച് വളരെയധികം ഫോക്കസ് ചെയ്തൊരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ ഒരു അംബീഷൻ, നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പാസ്റ്റിലെ ഒരു കാര്യത്തെ നിങ്ങൾ ഇപ്പോഴും അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അർഹമാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. കാരണം അതിനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് പോലെയാണെങ്കിലും നിങ്ങൾ എന്താണോ പാസ്റ്റിൽ മനസ്സിൽ കണക്റ്റ് ചെയ്ത് വെച്ചിരുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ കൺഫ്യൂഷൻ, കാർമിക് സിറ്റുവേഷൻസ്, നിരാശ, ഒറ്റപ്പെടൽ, ഇതിനെയെല്ലാം നിങ്ങളൊന്ന് ഹീലാക്കി കളയുക. എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക കേട്ടോ. അതുപോലെ ഒരു ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു എനർജി, മറ്റെന്തിനേക്കോ ഭയപ്പെടുന്ന പോലുള്ളൊരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആരെയൊക്കെയോ പേടിക്കുന്നു. അതൊക്കെ ഒരു നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു ഇൻറ്റ്യൂഷൻ പവറൊക്കെ ഉള്ള, ചിലപ്പോൾ ഒരു ടീച്ചിങ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ടീച്ചർ ആവാം. അതല്ലെങ്കിൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് അറിവുകൾ പകർന്നു കൊടുക്കുന്ന ഒരു ടീച്ചർ തന്നെ ആവാം. അതല്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സ്പിരിച്വൽ പാതയിലൂടെ, അതല്ലെങ്കിൽ മറ്റു നല്ലൊരു ലീഗലി നിയമപരമാകുന്ന പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു വിധിയൊക്കെ നടപ്പിലാക്കാവുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആവാം. വളരെ സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്നു. ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ, ഒരു തീരുമാനങ്ങൾക്ക് ഒരു സ്റ്റക്ക് എനർജി, അത് കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ല എന്നാണ് അവിടെ കാണുന്നത്. ഇവിടുത്തെ നിങ്ങളുടെ ഒരു പ്രോബ്ലം ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയാണ് പ്രോബ്ലം. ഫിനാൻഷ്യലിയും ഹെൽത്ത് പരവുമായ ഒരു പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് തേങ്ങുന്നത് നിങ്ങൾക്കൊരു സെക്യൂരിറ്റി പവർ, നിങ്ങൾക്കൊരു മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് പോകാൻ പറ്റുമോ, അതോ ശത്രു ദോഷമുണ്ടോ എന്നുള്ള, അല്ലെങ്കിൽ ചീറ്റിംഗ് സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെ ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഹീലാവുക എന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങളതിനെ മനസ്സിലാക്കുക. കാരണം ഒരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ പോയി നല്ല രീതിയിലൊരു മെഡിറ്റേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ചിന്തയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഒരു ബന്ധന അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യണം. അതുപോലെ ഫാമിലിപരമായിട്ടൊക്കെ ഉള്ള വ്യക്തികളിൽ ചെറിയ രീതിയിലൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ കാണുന്നുണ്ട്. ഒരു പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഫാമിലിയിൽ നിന്നും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തോ ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അത് ഫാമിലി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട്.
ഒരു ബൗണ്ടറിയൊക്കെ തീർത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ഫാമിലീനെ അത് അറിയിക്കുക എന്നതൊരു ഡിഫിക്കൽറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭയത്തെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു വെല്ലുവിളീനെ അതിജീവിക്കാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് കുറച്ച് താമസമാണെങ്കിലും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി വരും. കാരണം എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യലി ആർക്കെങ്കിലും നൽകിയ സാമ്പത്തികത്തിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി സപ്പോർട്ട് ചെയ്തതായിരിക്കാം നിങ്ങളുമായിട്ട് ചേർന്ന് നിന്ന ഒരു വ്യക്തിനെ. പക്ഷേ അത് ഫാമിലിപരമായിട്ട് അറിയാതെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളൊരു മാനസിക പ്രശ്നം അനുഭവിക്കുന്നത്. പക്ഷേ കുറച്ച് കാലതാമസം വന്നാലും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് പാസ്റ്റിലെ ചില ഓർമ്മകൾ നിങ്ങളെ വീണ്ടും നിരാശപ്പെടുത്തുന്നു. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും വ്യക്തി ബന്ധങ്ങളിൽ ചെന്ന് ചാടിയത് ഓർത്തിട്ടാവാം. നിങ്ങൾക്ക് ഇമോഷണലി ഇപ്പം ആ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരു മാനസിക വിഷമം, പിരിമുറുക്കം, അതായത് നിങ്ങളുടെ ആ ഒരു അറിവില്ലായ്മയുടെ പുറത്ത് നിങ്ങൾ ചെന്ന് ചാടിയ ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കുറേ ആളുകളിൽ. തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിനെയൊക്കെ അതിജീവിച്ച് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ്. കാരണം ഒരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഒരു ഡിപ്രഷൻ എനർജിയിൽ ഉറക്കമൊന്നുമില്ലാതെ ഓവർ തിങ്കിങ്ങിലൂടെ പോകുന്നുണ്ട്. അതും എനിക്ക് തോന്നുന്നു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമം ഒരു വ്യക്തിയിൽ നിന്നാവാം. ഒരു മുന്നും പിന്നും നോക്കാതെ നിങ്ങൾ എടുത്ത് ചാടിയ ഒരു റിലേഷൻ എനർജിയിൽ നിങ്ങൾ ശരിക്കും ഒരു ബൗണ്ടറിയൊക്കെ ഇട്ട് നിന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളെ വളരെയധികം പെടുത്തി കളഞ്ഞൊരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെക്കൊണ്ട് ആക്ഷൻ എടുപ്പിച്ച ഒരു സിറ്റുവേഷൻസിൽ ഇപ്പം നിങ്ങൾ മാനസിക വിഷമം അനുഭവിക്കുന്നു, ഉറങ്ങാൻ പറ്റാത്ത വിധം മാനസിക സ്ട്രഗിളിങ് അനുഭവിക്കുന്നു. കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവിടെ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വിഷമിക്കേണ്ട, നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ്, ന്യായം നിങ്ങൾക്ക് ലഭിക്കും. അത് ഫാമിലിപരമാകുന്ന ബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉടനെ തന്നെ ഒരു നീതി ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ട്രാവലിംഗ് എനർജി ചില വ്യക്തികളിൽ ശക്തമായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രാവലിങ്ങിനൊക്കെ ശ്രമിക്കുന്നവർ നോക്കിക്കൊള്ളുക കേട്ടോ. ഇന്നൊക്കെ അതിനെക്കുറിച്ചൊരു ഗുഡ് ന്യൂസൊക്കെ നിങ്ങളെ തേടി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.